അണിഞ്ഞൊരുങ്ങി ഞാൻ പോകുന്ന അഞ്ചുമോളുടെ ബർത്ത്ഡേ പാർട്ടിക്കാണ്. പേർപ്പിൾ ആയിരുന്നു ഡ്രസ് കോഡ്. പക്ഷേ പേർപ്പിൾ കളർ ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ലൈറ്റ് ലാവൻഡറിഷ് ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. റോമിച്ചേൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ പണി കൊടുത്തോണ്ട് തന്നെ പുള്ളി ഇതാ വാക്ക് പാലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ ബർത്ത്ഡേക്കാരുടെയും അവസ്ഥ ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയായിരിക്കും. അഞ്ചു ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ എര. റോമിച്ചേട്ടൻ അഞ്ജുവിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച കോസ്റ്റ്യൂമാണ് കേട്ടോ ദേ ഈ കാണുന്നത്. ഇത് കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു നമ്മളെല്ലാവരും. കാരണം നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേന് വരാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതായിരുന്നില്ല കേട്ടോ അഞ്ജുവിൻ്റെ ആദ്യത്തെ കേക്ക്. ഇതൊരു അഡ്ജസ്റ്റബിൾ ടേബിളാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് കേക്കൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ടേബിളിൻ്റെ കാലുകൾ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് അടുത്ത് വന്നപ്പോഴത്തേക്കും ചെറിയൊരു അനക്കം തട്ടിയിട്ട് ഈ ടേബിളിൻ്റെ കാല് മടങ്ങി കേക്ക് സ്റ്റാൻഡും കേക്കും എല്ലാം കൂടെ നിലത്തേക്ക് ശടപടേന്നും പറഞ്ഞ് വീണു. പെട്ടെന്നൊരു ഷോക്കാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിച്ചാലും അധികം ലേറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഓടിപ്പോയിട്ട് മറ്റൊരു കേക്ക് വാങ്ങിച്ച് നമ്മളെല്ലാം പഴയതുപോലെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ കേക്ക് കട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോമിച്ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ. ഏതാണ്ടൊരു സാധനം വെച്ചിട്ട് സ്പ്രേ ചെയ്യാണ്. ഈ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കേക്കിലേക്ക് വീഴുന്നും പറഞ്ഞ് ഞാനിതാ കേക്ക് മറച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ കഴിച്ചപ്പോഴേക്കും നമ്മുടെ രാജമാത രംഗത്തേക്ക് എത്തി. സിനി ചേച്ചിയാണ്. ചേച്ചി ഇതാ കുറേ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ കുറേ ഗെയിംസൊക്കെ കളിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഗെയിംസൊക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാറായി. ഇതൊക്കെ അഞ്ചു തന്നെ ഉണ്ടാക്കി ഫുഡാണ്. ബിരിയാണിയും ബീഫും കപ്പയും ചമ്മന്തിയും ഡ്രാഗൺ ചിക്കനും ഒക്കെ ആയിട്ട് അടിപൊളിയായി ഫുഡ് കഴിച്ച് ഒരു വെൽ സ്പെൻഡ് ഈവനിങ് തന്നെയായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ, സീ യു.